സംബന്ധിച്ചിടത്തോളം കലാ, സാഹിത്യം, വിദ്യാഭ്യാസം അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള 12ഓളം പേരാണെന്ന് തോന്നുന്നു ഈ രാഷ്ട്രപതിയുടെ നോമിനേഷനിൽ വരുന്നത്. മാഷ് പൊതുപ്രവർത്തന മേഖലയിൽ നിന്ന് ഉള്ള ഒരാളാണ്. മാഷ് ആ തരത്തിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ദിവസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പഠനം ആവശ്യമാണ്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭയിലേക്ക് 12 പേരെയാണ് രാഷ്ട്രപതി വിവിധ മേഖലകളിലുള്ള 12 പേരെയാണ് നോമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ 4 പേരെയാണ് അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. സാമൂഹ്യ സേവനം, വിദ്യാഭ്യാസം, സംസ്കാരം, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിന്നാണ് ആളുകളെ. അപ്പോൾ ഈ പറയുന്ന മേഖലകളിലൊക്കെ സാധിക്കാവുന്ന തരത്തിൽ നേരത്തെ തന്നെ എൻ്റേതായ സംഭാവന നൽകാൻ ചെറുതെങ്കിലും സാധിച്ചിട്ടുണ്ട്. ഞാനൊരു 10-30 വർഷക്കാലത്തോളം അധ്യാപകനായിരുന്നു. അതിൻ്റെ അനുഭവ സമ്പത്തുണ്ട്. സാംസ്കാരിക രംഗത്ത് പൊതുവേ സംഘപ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നമ്മളൊരു സാംസ്കാരിക പ്രവർത്തകനാണ്. അത് വലിയ വിദ്യാഭ്യാസമോ പാണ്ഡിത്യമോ ഡോക്ടറേറ്റോ PhD ഒന്നുമല്ല. എന്താണ് സംസ്കാരം എന്ന് പറയുന്നത്? എന്താണ്? നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ പലപ്പോഴും പക്ഷികൾ വേനൽക്കാലത്ത് വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ ഞാൻ മൺപാത്രം വെക്കാറുണ്ട്, അതിൽ വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട്. പക്ഷികൾ വന്ന് വെള്ളം കുടിക്കാറുണ്ട്. മുറ്റത്ത് ചിലപ്പോൾ നായ്ക്കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ നായ്ക്കളോ എന്തെങ്കിലും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. കാക്കകൾ വന്നിരിക്കും, മുറുക്കിൻ്റെ കഷ്ണമോ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കും. പൂച്ചയുണ്ടാകും, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പകുതി അതിന് നുള്ളിയിട്ട് കൊടുക്കും. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു മനസ്സ്, അതാണ് സംസ്കാരം അടിസ്ഥാനപരമായിട്ട്. പിന്നീടാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. ആ സംസ്കാരം വളർന്ന് വികസിക്കുമ്പോൾ കവിത എഴുതാൻ ആൾക്ക് കഴിയുന്നെങ്കിൽ അത് അയാളൊരു കവിയായി മാറും. നോവൽ എഴുതാനാണ് ആൾക്ക് കഴിവെങ്കിൽ അയാളൊരു നോവലിസ്റ്റായി മാറും. പ്രബന്ധങ്ങളാണ് രചിക്കുന്നതെങ്കിൽ പ്രബന്ധകാരനാകും. അപ്പോൾ അടിസ്ഥാനപരമായി സങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന സകല വിഷയങ്ങളോടും ഭാവാത്മകമായി പ്രതികരിക്കാനുള്ള മനസ്സെന്നതാണ്. ആ മനസ്സ് ഈ പറയുന്ന ഒരു ഇട്ടാവട്ടത്തിലുള്ള സംഘസ്ഥാനിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വികസിക്കുകയാണ്. ഞാൻ ഏത് മേഖലയിലാണോ പോകുന്നത് അവിടെ വികസിക്കുന്നു. അധ്യാപകനാണെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് കുട്ടികളിൽ രാഷ്ട്രബോധം ഉണ്ടാക്കാൻ കഴിയുന്ന, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുന്ന ഹാൻഡ് ബുക്ക് ഉപയോഗിച്ച്, കുട്ടികൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് അവർക്ക് രാഷ്ട്രബോധം ഉണ്ടാക്കാൻ, സാമൂഹ്യബോധം ഉണ്ടാക്കാൻ, സാമൂഹ്യ ശിക്ഷണം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ, പൗരധർമ്മം അതിൻ്റെ ബോധങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിക്കും. ഞാനൊരു സാമൂഹ്യശാസ്ത്ര അധ്യാപകനാകുമ്പോൾ എൻ്റെ മേഖല വളരെ വിശാലമാണ്. സാമൂഹീകരണം എന്നൊരു പ്രക്രിയയുണ്ടല്ലോ. ജനിച്ച് വീഴുന്ന കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇടപെടേണ്ടുന്ന മേഖലകളെക്കുറിച്ചൊക്കെയുള്ള ധാരണ, ആ ധാരണ രൂപപ്പെടുമ്പോഴാണ് സാമൂഹീകരണം സംഭവിക്കുന്നത്. ആ സാമൂഹീകരണ പ്രക്രിയക്ക് അധ്യാപനം എന്ന എൻ്റെ ജീവിത നിവൃത്തിക്ക് വേണ്ടി സ്വീകരിച്ച തൊഴിലായിരിക്കാം, എങ്കിലും അത് ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴൊക്കെ എന്നെ നയിക്കുന്ന വികാരം എന്താണ്? നേരത്തെ പറഞ്ഞ സ്വയം സേവകൻ എന്ന വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളാണ്.